അവർ വന്ന് ഈ ബോഡി 3 പേരെ സ്പോട്ടിൽ തന്നെ ഇവിടെ നിന്ന് മരിച്ചു. ബാക്കിയുള്ളവർ 3 പേര് വലിയ കുഴപ്പമില്ല, പരിക്കുണ്ട്. ഇപ്പോൾ ഈ ശബ്ദം കേട്ടോണ്ട് തന്നെ നിങ്ങൾ എത്തിയപ്പോൾ എന്തായിരുന്നു ഒരു സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യാമെന്നൊരു പിടുത്തില്ല. കാരണം ചളിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും ഉടൻ തന്നെ അറിയിച്ചു. അവർ വളരെ പെട്ടെന്ന് വന്ന ശേഷം എല്ലാം ഇറങ്ങി നാട്ടുകാരും ചേർന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാലക്കാട് ചിറ്റൂർ റോട്ടിലെ കൊടുമ്പ് കല്ലിങ്ങലാണ് അപകടം ഉണ്ടായത്. ആദ്യം കാറ് ഈ മരക്കുറ്റിയിലാണ് ഇടിക്കുന്നത്. പിന്നീട് നേരെ കുറച്ച് ദൂരത്തായുള്ള മരത്തിൽ പോയി ഇടിക്കുകയും പാടത്തേക്ക് കാറ് വീണ് മുൻഭാഗത്തേക്ക് നീങ്ങിപ്പോകുകയും അത് നേരെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളായി താമസിക്കുന്ന രോഹൻ രഞ്ജിത്ത് എന്ന 24-കാരൻ, രോഹൻ സന്തോഷ് എന്ന 22-കാരൻ, സനൂപ് എന്ന 19 വയസ്സുള്ള വിദ്യാർത്ഥി എന്നിവരാണ് മരിച്ചത്. ഇവർ വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന ആളുകളുമാണ്. ഈ പല ആഴ്ചയിൽ അവസാന ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇവർ ഈ ചെറിയ വിനോദയാത്രയ്ക്ക് പോകാറുണ്ട്. ഇന്നലെയും ആ രീതിയിൽ തന്നെ പോയതാണ്. കാറിൽ ആകെ 6 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഈ 3 പേർ രക്ഷപ്പെട്ടു. ഋഷി, ജിതിൻ അടക്കമുള്ളവർ ആണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ വാർഡ് മെമ്പർ ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇത് എന്താണ് സംഭവിച്ചത്? സംഭവം ഇന്നലെ രാത്രി 10:50-നാണ് സംഭവിച്ചത്. ഞങ്ങൾ സൗണ്ട് കേട്ടിട്ടാണ് വന്നത്. റോട്ടിൽ വന്ന് നോക്കുമ്പോൾ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ വണ്ടി അവിടെ തന്നെ കൺട്രോൾ തെറ്റിയിട്ടുണ്ട്. അങ്ങനെ തെറ്റിയത് മരത്തിലിടിച്ച് പോയി കൊടുമ്പെന്ന് വന്ന വണ്ടിയാണ്. കൊടുമ്പിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കും. അതിൽ 6 പേരുണ്ടായിരുന്നു. അതായത് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് പാടത്തുകൂടെ കുറച്ച് മുന്നോട്ട് പോയി നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. പന്നി നോർമലായ ഒരാളുടെ പന്നി കുറുക്ക് ചാടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ വന്ന് ഫയർഫോഴ്സും പോലീസും അപ്പം തന്നെ വിളിച്ചു വരുത്തി. അവർ വന്ന് ഈ ബോഡി 3 പേരെ സ്പോട്ടിൽ തന്നെ ഇവിടെ നിന്ന് മരിച്ചു. ബാക്കിയുള്ളവർ 3 പേര് വലിയ കുഴപ്പമില്ല, പരിക്കുണ്ട്. ഇപ്പോൾ ഈ ശബ്ദം കേട്ടോണ്ട് തന്നെ നിങ്ങൾ എത്തിയപ്പോൾ എന്തായിരുന്നു ഒരു സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യാമെന്നൊരു പിടുത്തില്ല. കാരണം ചളിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും ഉടൻ തന്നെ അറിയിച്ചു. അവർ വളരെ പെട്ടെന്ന് വന്ന ശേഷം എല്ലാം ഇറങ്ങി നാട്ടുകാരും ചേർന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ വെട്ടിപ്പൊളിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു എടുത്തിരിക്കുന്നത്. ജാമായിട്ടുണ്ടായിരുന്നൊക്കെ വലിച്ചെടുത്തിരിക്കുന്നു. എല്ലാം ബലമായി വലിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കാറിന്റെ മുൻ സീറ്റിലിരുന്ന ആളുകളാണ് രക്ഷപ്പെട്ടത് അല്ലേ? ഡ്രൈവർക്ക് വലിയ ഇതില്ല. അവർ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലിരുന്ന അതെ അതിൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ഈ വണ്ടി മറിഞ്ഞ് അതിനുള്ളിൽ കിടന്നെല്ലാം എല്ലാം പിടയല്ലേ. അപ്പോൾ ഒക്കെ വലിച്ചെടുത്ത് അപ്പോൾ തന്നെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. ഈ പന്നി ശല്യം സ്ഥിരമാണോ? പന്നി ശല്യമുണ്ട്. ഈ റോഡിൻ്റെ ബെൻഡ് അത് ഗവൺമെൻറ് പരാതി കൊടുത്തിട്ടും ഈ ബെൻഡ് ഒരു അപകടമാണ്. ഈ വളവ് വലിയ പ്രയാസം തന്നെയാണല്ലേ? വളവിൽ 1-2 അപകടങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിട്ടുണ്ട്. 2 വീലറും ഒക്കെ ആയിട്ട് ഇടിച്ചിട്ട്. അത് ഞാനൊരിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോയി ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. റെക്കോർഡായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അപകടമുണ്ട്, അപകടം സംഭവിക്കുന്നുണ്ട്. അവിടെ റീറ്റൈൻ വാൾ കെട്ടിയിട്ടുണ്ട്. പ്രൊവിഷനും ഉണ്ട്. അത് കെട്ടിയ സൗകര്യമാണ് പറഞ്ഞു. അപകടം ഒഴിവാകാൻ പറഞ്ഞു. അയാളെ നോക്കാൻ പറഞ്ഞാലാണ്ട് ചെയ്തിട്ടില്ല. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വളരെ അടിയന്തരമായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ അപകടത്തിന് ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. ഈ വളവ് തന്നെയാണ്. അത് അവർ നേരെ കണ്ടിട്ടുണ്ടാവില്ല ഇരുട്ടത്ത്. ഈ വളവുണ്ട്, അതോടൊപ്പം ഈ പന്നി കുറുക്ക ചാടിയെന്ന് കൂടിയാണ് അവർ പറയുന്നത്. പന്നി കുറുക്ക ചാടിയെന്ന് പറയുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ വളവ് ഒരു പ്രശ്നമാണ്. ഒരേ സമയം വളവും അതോടൊപ്പം തന്നെ പന്നി കുറുകെ ചാടിയതുമാണ് നിയന്ത്രണം വിടാൻ കാരണം. മരത്തിലിടിച്ച് ഈ പാടത്തേക്ക് മറിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം പോയി നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകും. അതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകുകയും ചെയ്യും. ഈ പരിക്കേറ്റ ആളുകൾക്ക് ഈ 2 പേർക്ക് അത്ര ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.